ഹായ്. നമ്മളിപ്പോൾ അഷ്ടാംഗ യോഗയെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഘട്ടം ഘട്ടമായിട്ട്. അതിൻ്റെ തത്വങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. യമത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനൊപ്പം ചരിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ യോഗയൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ബ്രഹ്മചര്യം എന്ന് വെച്ചിരുന്നാൽ ഞാൻ വിചാരിച്ചിരുന്നത് കല്യാണം കഴിക്കാതെ സ്ത്രീ സമ്പർക്കം ഒന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുക എന്നതാണ് ബ്രഹ്മചര്യം എന്നും മാത്രം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഗൃഹസ്ഥാശ്രമികളായ നമുക്ക്, അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞു ആഫ്റ്റർ മാരേജിൽ നമ്മൾ ഗാർഹിക ജീവിതം നയിക്കുന്ന നമുക്ക് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഇത് ഏകപാതി വൃത്യം അഥവാ ഏകപത്നീവ്രതം എന്ന് പറയുന്നത്, അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും ഒരു പുരുഷന് സ്ത്രീയും എന്ന തത്വത്തിൽ ഊന്നി ജീവിക്കുക. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ പഴകി വന്ന നമ്മൾ ആ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള തത്വത്തിൽ ഊന്നി മുന്നോട്ട് പോകും. അതാണ് ബ്രഹ്മചര്യം.